ഹൃദയത്തിന്റെ സ്ഥാനം എവിടെയാണ്? നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് സ്ഥാനം? എല്ലാവരും പറയും ഇടത് നെഞ്ചിന്റെ മധ്യഭാഗത്ത്, ഇടത് സ്ഥാനത്ത്. അപ്പൊ ഇടത് സ്ഥാനത്ത് നട്ടലിന്റെ പിന്നെ മുൻഭാഗത്ത് നമ്മൾ രണ്ടാമത്തെ വാരിയല്ലേ, ഇടതുവശത്തെയും വാരിയല് 2 റിബ്സുകളാണ്. റിബ്സ് വാരിയല്ലേ, അപ്പൊ രണ്ടാമത്തെയും 7ാമത്തെയും വാരികൾക്ക് ഇടയിലാണ് നമ്മുടെ ഹൃദയം. അപ്പൊ നമ്മുടെ ഹൃദയത്തെ പിന്നെ ആ ഒരു ഇടതുവശത്ത് ചരിഞ്ഞാണ് നിൽക്കുന്നത്. അപ്പൊ ഇടതുവശത്തെ പിന്നെ നമ്മൾ ഉറങ്ങുമ്പോൾ ഹൃദയം എപ്പോഴും നമ്മുടെ ശരീരം നിശ്ചലവാസങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ വലത് ഭാഗം താഴെ ചരിഞ്ഞ് കിടക്കണം, വലത് ഭാഗം അടിയിലും നമ്മുടെ ഹൃദയം ഇരിക്കുന്ന ഭാഗം മേളിലും വരണം. അപ്പൊ അതിന്റെ പിന്നെ ഒരുപാട് രഹസ്യമുണ്ട്. എന്താ വെച്ചാൽ ഹൃദയം ഒരു സ്പോഞ്ച് പോലെ പിന്നെ അത് വികസിക്കും ചുരുങ്ങിയും ചെയ്തൊരു മാംസ പേശി നിർമ്മിതമായ ഒരു ബലൂൺ പോലെയുള്ള വസ്തുവാണത്. അപ്പൊ അതിന് ഈ ഹൃദയത്തിന്റെ സ്ഥാനം നമ്മൾ മനസ്സിലാക്കി ഇടതുവശത്ത് അല്പം ചരിഞ്ഞ് ആണ് നിൽക്കുന്നത്. പിന്നെയോ ഇടതുവശത്തെ ഈ പിന്നെ ഹൃദയത്തിന്റെ ശക്തി ബലം കൂടുതലാണ്. ഹൃദയത്തിനെ വലതായിട്ട് ആ ഹൃദയമാകുന്ന വസ്തുവിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുകയാണെങ്കിൽ ഇടത് ഭാഗത്തിന് അല്പം ബലം കൂടുതലാണ്. ശുദ്ധമായ രക്തം വന്നു ചേരുന്നത് നമ്മുടെ ഇടത് ഭാഗത്താണ്. ഹൃദയത്തിന്റെ ഇടത് ഭാഗത്താണ് രക്തം ശ്വാസകോശത്തിൽ നിന്നും നമ്മുടെ അശുദ്ധമായ രക്തം വലത് ഭാഗത്ത് വന്ന് ആ അറയിൽ 2 അറയായിട്ട് തിരിക്കുകയാണ്. ഹൃദയത്തിനെ നീണ്ട് പൊളന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തെ പകുതി ഭാഗം മേളും താഴെയായിട്ടുള്ള പകുതി ഭാഗം വലതും, ഇപ്പുറത്തെ ഈ ഭാഗത്തുള്ളത് മേളിൽ താഴെയുള്ളത് അത് 2 അറയാണ്, മറ്റൊരു 2 അറ. അപ്പൊ 4 അറയാണ്. ഈ 4 അറയിൽ മൊത്തത്തിൽ നെടുനീളത്തിൽ 2 അറയായിട്ട് ഈ ഇടത് ഭാഗമായിട്ട് തമ്മിൽ ബന്ധമില്ല, മനസ്സിലാക്കണം. അപ്പൊ ഈ ഇടത് ഭാഗത്തെ മൊത്തം അറയിൽ ശുദ്ധമായ രക്തവും വലത് ഭാഗത്തിൽ നമുക്ക് അശുദ്ധ രക്തം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ കാല്, തൊട, നമ്മുടെ ഈ കൈകൾ, തലച്ചോറി, അവിടെ ഇവിടെ നിന്ന് തൊലിയുടെ പുറത്തുകൂടി തെളിഞ്ഞു കാണുന്ന രക്തക്കുഴലാണ് വെയിൻ എന്ന് പറയും. നമ്മളെ വെയിൻ എന്ന് പറയും. മറ്റത് ആർട്ടറി എന്ന് പറയും. ആർട്ടറിൽ നിന്ന് ശുദ്ധമായ രക്തം എല്ലാ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്ന അതാണ്. അപ്പം ഇടത് ഭാഗത്താണ് ഏറ്റവും ശുദ്ധമായ രക്തം ഉള്ളത്. അവിടെ ഇത്തിരി കട്ടി കൂടുതലാണ്. ഹാർട്ട് കൂടുതൽ ഇടുക്കി ഞെക്കി എല്ലാ സ്ഥലത്തും രക്തം എത്താൻ വേണ്ടി കൂടുതൽ പ്രയാസം നടത്തുന്ന പ്രശ്നം ആ സ്ഥലമാണ്. അതാണ് അതിൻ്റെ ഒന്ന് വന്നത്. രണ്ടാമത് ശൈത്താൻ പിശാചിന്റെ ഒരു ആവാസ കേന്ദ്രം കൂടി ആ ഭാഗത്ത് വരുന്നുണ്ട്. അതായത് ഇടതുവശത്ത് നമ്മൾ കൈവച്ച് അപ്പം നമ്മളെ ശൈത്താൻ നമ്മള് ചില ദിക്കറുകളും കാര്യങ്ങളും ചില സമയത്ത് ചില വലത് നമ്മളെ ഭാഗത്ത് വെച്ച് പിശാചിക്ക് അയാൾക്ക് ഇരിക്കാൻ ഒരു സ്ഥാനം വേണ്ടേ. അത് സ്പിരിച്വലായിട്ട് ആധ്യാത്മികമായിട്ടുള്ള വിഷയമാണ്. അപ്പൊ ഇവിടെ നമുക്ക് അതിനെ ഈ ഹൃദയത്തിന് 4 അറകളുണ്ട്. നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. ഹൃദയത്തിന്റെ വലത്തെ ഭിത്തിയുടെ 3 ഇരട്ടി കട്ടി ഇടത്തെ ഭിത്തിക്കുണ്ട്. ഹൃദയത്തിന് 4 വാൽവുകളുണ്ട്. നമ്മൾ പറഞ്ഞു മനസ്സിലാക്കാം. ഹൃദയം ഇടിച്ചു തുടങ്ങുന്നത് നമ്മളെ ഒരു ഗർഭസ്ഥ ശിശുവിൽ 4 ആഴ്ച കഴിയുമ്പോഴത്തേക്കിന് കുട്ടിയുടെ ഹൃദയം ഇടിച്ചു തുടങ്ങും. 4 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഹൃദയം ഇടിച്ചു തുടങ്ങും. പിന്നെയോ നമ്മുടെ ഹൃദയമിടിപ്പ് നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സാധാരണ ഹൃദയത്തിൽ കഴിഞ്ഞാൽ മരണം സംഭവിക്കും. നമ്മുടെ കൈയിടൊക്കെ നാടിയൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കും, ഇവിടെ പിടിച്ചു നോക്കും. അപ്പൊ നിശ്ചലമായി കിടന്നത്. അപ്പൊ ഹാർട്ടിന്റെ ഇടിപ്പ് നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മരണം സംഭവിച്ചു. അപ്പൊ അത് പ്രത്യക്ഷ അപ്പൊ ഹാർട്ട് ഇടിക്കുന്നിടത്തോളം നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് നിലനിൽപ്പുണ്ട്. പിന്നെയോ നമ്മുടെ ഈ ഹൃദയത്തിന് വലിയ ഭാരമൊന്നുമില്ല. നമ്മുടെ ഈ ഹൃദയം ഏതോ വലിയ 10, 100, 50 കിലോ 15 കിലോ ഒക്കെ വേണം. നമ്മളിപ്പോ 75 കിലോ ആയാലും 100 കിലോ ആയാലും 120 കിലോ ആയാലും 50 കിലോ ആയാലും നമ്മുടെ ഹൃദയത്തിന്റെ ഭാരം 250 അല്ലെങ്കിൽ വന്നാൽ മാക്സിമം 350 ഗ്രാം ഭാരമേ ഉള്ളൂ. 250-300 ഗ്രാമിന് ഇടയ്ക്ക് മാത്രമേ നമ്മുടെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഭാരമുള്ളൂ. അതിന്റെ വലിപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ അവരവരുടെ കയ്യിൽ ഇങ്ങനെ മുഷ്ടി ഇങ്ങനെ ചുരുട്ടുക. ഈ കാണുന്ന ഈ ഇത്രയും ഉള്ള നമ്മുടെ ഹാർട്ട് ഇത്രയും വലിയ ശരീരം. ഇപ്പൊ എൻ്റെ ഈ ശരീരത്തിന്റെ ഇത്രയും വലിയ പാർട്ടി നോക്കുമ്പോൾ ഇത്രയും കാണുകയുള്ളൂ. അപ്പോൾ ഒരു മനുഷ്യന്റെ മുഷ്ടിയുടെ അത്രയും മാത്രമേ ഒരു മനുഷ്യന്റെ ഹാർട്ട് ഉള്ളൂ. അപ്പൊ അത് വെയിറ്റ് എന്ന് പറയുന്നത് ആകെ വെയിറ്റ് എന്ന് പറയുമ്പോൾ 350 250 350 ഇടയ്ക്കുള്ള ഭാരം മാത്രമേ ഉള്ളൂ. മനസ്സിലാക്കണം. പിന്നെയോ ആരോഗ്യവാനായ ഒരു മനുഷ്യന്റെ ബ്ലഡ് ഏകദേശം 5 ലിറ്ററിനോ 6 ലിറ്ററിനോ ഇടയ്ക്ക് രക്തം. അപ്പൊ ഞാൻ കാണുന്നപ്പോൾ ഈ തല മുതൽ പാദം വരെയും 2 കൈകളുടെ എല്ലാ ഭാഗത്തുള്ള മൊത്തം ടോട്ടൽ ബ്ലഡിനെ നമ്മൾ ഞെക്കി ഊറ്റിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 5 ലിറ്ററിനോ 6 ഇടയ്ക്ക് എത്തണം. പിന്നെ ആളുടെ പൊക്കം, നീളം, വെയിറ്റ്, ശരീര വണ്ണവലിപ്പൊക്കെ അനുസരിച്ച് ഇച്ചിരി വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. മനസ്സിലാക്കണം. സ്ത്രീകൾക്ക് നമ്മുടെ ഈ പുരുഷന്മാരുടെ ബ്ലഡിന്റെ അളവിനേക്കാൾ അല്പം കുറവായിരിക്കും. അവർക്ക് 4-5 ലിറ്ററിന് ഇടയ്ക്ക് മാത്രമേ ബ്ലഡ് കാണത്തുള്ളൂ. പിന്നെയോ നമ്മുടെ ശരീരത്തിന്റെ ഭാരം ശരീരത്തിന് 8% ഏതാണ്ട് 6 ലിറ്റർ വരെ നമ്മുടെ ശരീരത്തിന്റെ മനുഷ്യന്റെ രക്തത്തിന്റെ ഒരു 6 ലിറ്റർ വരെ നമുക്ക് എന്ത് ചെയ്യാം?
അതിൽ നിന്ന് ഒരാളുടെ മനുഷ്യ ശരീരത്തിൽ നമുക്ക് എടുക്കാം. നമ്മുടെ ദൈനംദിന പ്രവർത്തനത്തിന് നമുക്ക് ഒരു 50 മില്ലി രക്തം മാത്രമേ നമ്മുടെ ഈ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തിന് ഒരു ദിവസം നമ്മുടെ ഹാർട്ട് നിൽക്കുന്ന മൊത്തം ബ്ലഡിൽ നിന്നും ഒരു 50 മില്ലി രക്തം മാത്രമേ നമ്മുടെ പ്രവർത്തനത്തിന് ആവശ്യമുള്ളൂ. ബാക്കി ഇത്രയും നമുക്ക് സ്റ്റോറേജ് ആയിട്ട് നമ്മുടെ ശരീരത്തിന് അത് സർപ്ലസ് ആയിട്ട് നമ്മളെ സൂക്ഷിച്ചിരിക്കുകയാണ് നമുക്ക്. അപ്പോൾ നമുക്ക് രക്തദാനം ചെയ്യുന്നതിന് ഒരു 1/2 ലിറ്റർ രക്തം, ഒരു 5-6 ലിറ്റർ രക്തമുള്ള ഒരാളിന് 1/2 ലിറ്റർ രക്തം കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അതിന് ആരോഗ്യമായിട്ടൊന്നും സംഭവിക്കത്തില്ല. ബ്ലഡ് തന്നെ പുതിയ ബ്ലഡ് നമുക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് വളരെ വേഗത്തിൽ ഒരാഴ്ച കൊണ്ട് നമുക്ക് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു വരികയും അയാൾക്ക് സാധാരണ എല്ലാ ജോലികൾക്ക് പോവുകയും ചെയ്യാം. പിന്നെ ആരോഗ്യമുള്ള ഒരു അപ്പം രക്തം തന്നെ സ്ത്രീകൾക്ക് 4-നും 5-നും ഇടയ്ക്കും ലിറ്ററും 1 ലിറ്റർ വ്യത്യാസം പുരുഷനും സ്ത്രീകളും തമ്മിൽ ബ്ലഡ് ശരീരത്തിനകത്ത് വ്യത്യാസമുണ്ട്. പിന്നെ നമ്മളെ ഒരു മനുഷ്യന്റെ ഹൃദയ സാധനം എത്ര ഇടിക്കും? 72 പ്രാവശ്യം 1 മിനിറ്റിൽ 1, 2, 3, 4, 5, 6 നമ്മൾ അതിനെ 1 മിനിറ്റിൽ 60 പ്രാവശ്യം എണ്ണുന്നതിനകത്ത് 72 പ്രാവശ്യം ഒരു ഹാർട്ട് ബീറ്റ് ചെയ്യും. ഒരു സ്ത്രീയുടെ നമുക്ക് പുരുഷനേക്കാൾ ഇച്ചിരി കൂടുതലായിരിക്കും സ്ത്രീകൾക്ക്. ഒരു 72 എന്നുള്ളത് 80, 82 സ്ത്രീകൾക്ക് പുരുഷനേക്കാൾ അല്പം കൂടുതലായിരിക്കും ഹൃദയെടുപ്പ്. അപ്പം നമ്മൾ രണ്ടുപേരും താരം നോക്കി കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് ഇത്തിരി കുറവും പുരുഷന്മാർക്ക് ഇത്തിരി കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ ഈ പ്രസവിച്ച് വീഴുന്ന കുട്ടികളുണ്ടല്ലോ, നമ്മളെ പ്രസവിച്ച് ഇങ്ങോട്ട് വീഴും ഹൃദയെടുപ്പ് നമ്മൾ ഇങ്ങനെ കാണിക്കും. അതുപോലെ അത് ഹൃദയെടുപ്പ് വളരെ കൂടുതൽ 110, 120 കാണും. അത് ആ പ്രസവിച്ച സമയത്ത് ആ കുട്ടി പ്രത്യേകം ലോകമായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അത് എത്രയും വരും. പിന്നെയോ ജനിക്കുന്നതിന് മുമ്പ് ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ഗർഭാശയത്തിൽ വെച്ച് ഹൃദയെടുപ്പുണ്ട്. നേരത്തെ പറഞ്ഞിട്ട് 4 ആഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുട്ടികളെ ഹൃദയം കരള് ഓരോ അവയവങ്ങൾ ഇങ്ങനെ രൂപം കൊള്ളുന്ന സമയം. അപ്പൊ അത് ഏകദേശം ഒരേപോലെയാണ്. പിന്നെ ഹൃദയത്തിന്റെ ഓരോ ഇടുപ്പിന് 0.8 സെക്കൻഡ് നമുക്ക് സമയം വേണം. ഒരു പ്രാവശ്യം ചുരുങ്ങി എന്ന് വെച്ചിരിക്കുക, പെട്ടെന്ന് 1 മിനിറ്റ് 22 പ്രാവശ്യം. അപ്പൊ ഏകദേശം ഒരു 0.8 സെക്കൻഡ് എടുക്കും. പിന്നെ ഏകദേശം ഒരു സമയം നമ്മുടെ 70 മില്ലി ലിറ്റർ ഒരു ദിവസം ഒരു ഹൃദയത്തിന്റെ ഇടുപ്പിലും എന്ത് സംഭവിക്കുന്നു? 60-90 മില്ലി രക്തം പമ്പ് ചെയ്യുന്നുണ്ട്. 60 മില്ലി രക്തം 60-നും 70-നും ഇടയ്ക്കും ശരാശരി 70 മില്ലി രക്തം പമ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റിൽ ഒരു 5 ലിറ്റർ രക്തം നമ്മൾ 1 മിനിറ്റിൽ ഹൃദയം പുറത്തേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. അത് 1 മണിക്കൂർ എടുക്കുമ്പോഴോ പക്ഷേ 300 ലിറ്റർ ആണ് 1 മണിക്കൂർ കൊണ്ട് നമ്മുടെ ശരീരത്തേക്ക് ഹൃദയം പമ്പ് ചെയ്യുന്നത്. 1 മണിക്കൂറിൽ 300 ലിറ്റർ എടുക്കും. അതങ്ങനെ ഒരു ദിവസം എടുക്കുകയാണെങ്കിലോ ഏതാണ്ട് 7200 ലിറ്റർ ഒരു ദിവസം നമ്മുടെ ഹൃദയം ഈ 250-350 പവറുള്ള ആ സാധനം ഒരു ദിവസം നമ്മുടെ ഹൃദയം ഇടിക്കുമ്പോൾ 7200 ലിറ്റർ ആ പ്രാവശ്യം 7200 ലിറ്റർ ബ്ലഡ് പുറത്തേക്ക് പമ്പ് ചെയ്യും. അപ്പോൾ ഒരു വർഷം എടുക്കുകയാണെങ്കിലോ ഒരാണ്ടിൽ മൊത്തം നമ്മൾ 120 ദിവസം എടുക്കുകയാണെങ്കിലോ ഏതാണ്ട് 26 ലക്ഷത്തിലധികം ലിറ്റർ ഹൃദയം രക്തം പമ്പ് ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, എന്തൊരു അത്ഭുതമാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവയവത്തെക്കുറിച്ച് നമുക്ക് ഒന്നും അറിഞ്ഞൂടാ. നമ്മളിങ്ങനെ എണീക്കുന്നു, ഉണരുന്നു, ഹാർട്ട് ഇടിക്കുന്നു, എന്തെങ്കിലും ഒരു അസ്വസ്ഥ നെഞ്ചുവേദന വരികയാണ്, ഹാർട്ട് അറ്റാക്കായ ഉടനെ നെഞ്ചിന് ചൂട് കൊടുക്കുന്നില്ലാണ്. അപ്പൊ നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. നമ്മുടെ അത്ഭുതമായ നമ്മുടെ ശരീരത്തിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹൃദയം ഒരു വർഷം ഏകദേശം 26 ലക്ഷത്തിലധികം ലിറ്റർ രക്തം പമ്പ് ചെയ്യുന്നുണ്ട്. മനസ്സിലാക്കണം. പിന്നെയോ ഒരു മനുഷ്യായുസ് മൊത്തം നമ്മൾ കണക്കൂട്ടെ. അപ്പൊ ഇത് ഒരു വർഷത്തെ 1000 കണക്കുണ്ടെങ്കിൽ ജീവന അവസാനിക്കുമ്പോഴേക്കും ഒരാളുടെ ഹൃദയം 18 കോടിയോളം ലിറ്റർ രക്തം പമ്പ് ചെയ്തിട്ടാണ്. ഒരു മനുഷ്യായുസ് എന്ന് പറയുന്നത് 120 വയസ്സാണ്. ഒരു മനുഷ്യായുസ് ഇപ്പോൾ സാറിന് 1920 മനുഷ്യനെടുത്തിരിക്കുന്നത്. അപ്പൊ 60, 70, 80, 90 വയസ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ശരാശരി ആവറേജ് മരണം ഇപ്പൊ 70, 80-നൊക്കെയാണ്. മനസ്സിലായി. അപ്പൊ ഒരു മനുഷ്യന് ഒരു 70 വയസ്സ് കണക്കാക്കിയാൽ ജീവിതം അവസാനിക്കുമ്പോൾ അയാളുടെ ഹൃദയം 18 കോടി ലിറ്റർ രക്തം പമ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അത്ഭുതപ്പെടണം. നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു അവയവം യാതൊരു വിധ നിയന്ത്രണങ്ങളും നമുക്കില്ല. നമ്മുടെ പുറമേ ഉള്ള ഒരു നിയന്ത്രണങ്ങളോ കാര്യങ്ങളോ കൺട്രോളോ ഒന്നും അതിനില്ല. അങ്ങനെ ഒരു ടെന്നീസ് ബോളിനെ അത് നന്നായി ടെന്നീസ് ബോളിനെ ഇങ്ങനെ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ടെന്നീസ് ബോൾ അറിയാമല്ലോ അടിക്കുന്നതിങ്ങനെ അതിങ്ങനെ അമർത്തുമ്പോൾ എന്ത് മർദ്ദം ഉപയോഗിക്കുമോ അത്രയും ശക്തിയോടെ ആണ് ഹൃദയം പമ്പ് ചെയ്യുന്നത്. നമ്മുടെ പമ്പ് ചെയ്യുന്ന ശക്തി നമുക്കറിയാം. നമ്മുടെ ഈ വിരലിന്റെ ഇവിടെ നാടിയെടുപ്പ് ഡോക്ടർമാർ പണ്ടൊക്കെ ആണെങ്കിൽ ഇതൊക്കെ വരുന്നതിന് മുമ്പ് നാടിയിടിച്ച് നോക്കുന്നു ഇവിടെ. അവർ നമ്മുടെ ഈ വിരലിന്റെ ഈ സൈഡില്, പിന്നെ ഇവിടെ ഇങ്ങനെ ഈ സൈഡില്, പിന്നെ തേളയെടുപ്പ്, അങ്ങനെ. അപ്പൊ ഹൃദയത്തിന്റെ അടിയിൽ കൂടി അകത്തുകൂടിയാണ് രക്തം ഇങ്ങനെ തരംഗ രൂപത്തിലാണ് ശുദ്ധമായ രക്തം പോണത്. അത് തൊലിയുടെ പുറത്തുകൂടിയല്ല. തൊലിയുടെ പുറത്തുകൂടെ എവിടെ ഇങ്ങനെ തൊലി പൊട്ടിയാണെങ്കിൽ രക്തം ചീറ്റി മൊത്തം പോയാനെ മരിച്ചു പോയാനെ. ഇത് ഹാർട്ടിലേക്ക് പോകുന്ന കുടലാണ്. തൊലിയുടെ പുറത്തുകൂടിയും ഹാർട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നത് തരംഗ രൂപത്തിലാണ്. അങ്ങോട്ട് പോണത് തരംഗമൊന്നുമല്ല,
ഫ്ലോ ആയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ മുറിഞ്ഞ സ്ഥലത്തിന്റെ താഴെയുള്ള രക്തം ഊരിപ്പോത്തുള്ളൂ, മേലോട്ട് പോകുന്ന രക്തം ഇറങ്ങി വരത്തില്ല. അത് പ്രകൃതിയോ നമുക്ക് കാണിച്ചു തന്ന ഒരു രക്ഷാകവചമാണ്. നമ്മുടെ തൊലിയുടെ പുറത്തു കൂടിയുള്ള ഈ രക്തക്കുഴല് ഹാർട്ടിലേക്ക് പോകുന്ന രക്തക്കുഴലാണ് ആ വെയിൻ. അപ്പൊ ആ വെയിന് മുറിഞ്ഞ സ്ഥലത്തിന്റെ താഴെയുള്ള രക്തം മാത്രമേ ഊർന്നു പോത്തുള്ളൂ, മേളിലോട്ടേയും താഴോട്ട് ഇറങ്ങി വരത്തില്ല. ഹാർട്ട് ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അറിയത്തില്ല. നമ്മുടെ ശരീരം നമ്മൾ ഓടി തളർന്ന് നമ്മൾ ഒരു ഓട്ടക്കാരൻ്റെ നമ്മൾ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ ഓടുമ്പോൾ എന്താണ്, കാലിൻ്റെ പേശികൾക്കൊക്കെ നമ്മൾ കുറേ ദൂരം ഓടിയും ചാടിയൊക്കെ ചെയ്ത പേശികൾക്ക് ഭയങ്കര അസ്വസ്ഥ ഉണ്ടാകും. ആ പേശിയേക്കാൾ കൂടുതൽ ശക്തമായിട്ട് തന്നെയാണ് ഹാർട്ട്. ഈ ഓടാതെ നമ്മൾ വിശ്രമിച്ച് വെച്ചിരിക്കുമ്പോഴും നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും കഠിനമായ ശ്രമം ഹാർട്ടിനുണ്ട്. കാര്യം ഹാർട്ട് നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടാണല്ലോ നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പം ഏതാണ്ട് ഒരു ട്രക്കിന് നമ്മുടെ ഹൃദയം പ്രവർത്തിക്കുന്ന സ്വന്തമായിട്ട് കറണ്ട് ഉത്പാദിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഹാർട്ട് സ്വന്തമായിട്ട് നമ്മുടെ വൈദ്യുതി, ഈ ട്രാൻസ്ഫോമർ, നമ്മളെ ഇവിടുത്തെ വിളക്കെത്തിക്കാനും ഫാനും നമ്മൾ ഇവിടുത്തെ മെഷീനുകളും മോട്ടോർ മിക്സിങ് ഗ്രാൻഡ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നതിന് നമുക്ക് കറണ്ട് വേണം. അപ്പൊ കറണ്ട് ഉത്പാദിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ കറണ്ട് തലച്ചോറിലും ഹാർട്ടിലും ഉത്പാദിപ്പിക്കുന്നുണ്ട്. അതാണ് ECG, ഇലക്ട്രിക് കാർഡിയോഗ്രാഫ് എന്ന് പറയും. ഇലക്ട്രിക് കാർഡിയോഗ്രാഫ് ECG എന്ന് പറയുന്ന ഹാർട്ട് സ്വന്തമായിട്ട് വൈദ്യുതി ഉത്പാദിപ്പിച്ചാണ് ഹാർട്ട് എന്ത് ചെയ്യും, ചുരുങ്ങിയും വികസിക്കുകയൊക്കെ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം ആ വൈദ്യുത തരങ്ങൾ, ഹൃദയത്തിലുണ്ടാകുന്ന വൈദ്യുത തരങ്ങളെ അളക്കാനുള്ള ഉപകരണത്തിനാണ് ECG എന്ന് പറയുന്നത്. ഒരു ട്രക്ക് എന്ന് പറയാൻ അറിയാമല്ലോ, 20 മൈൽ ഓടാൻ വേണ്ട ഊർജം, 20 മൈൽ ഓടാൻ വേണ്ട ഊർജം പ്രതിദിനം ഹൃദയം ഉത്പാദിപ്പിക്കുന്നു. ഒരു ദിവസം ഒരു ട്രക്കിന് 20 മൈൽ ഓടാൻ വേണ്ട ഊർജം എന്ന് പറയാൻ അതിന്റെ എനർജി ശക്തി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആയുഷ്കാലം മുഴുവനാകുമ്പോൾ നമ്മുടെ ഇവിടെ അർത്ഥം പറഞ്ഞ ചന്ദ്രനിൽ പോയി വരുവാനുള്ള വേണ്ടത്ര ഊർജം ഉണ്ടാവും ഒരു മനുഷ്യായുസ്സിൽ. അപ്പൊ 20 മൈൽ പോകാനുള്ള ഊർജം ഹാർട്ട് ഒരു ദിവസം ഉത്പാദിപ്പിക്കുമെങ്കിൽ നമ്മൾ ഒരു മനുഷ്യായുസ്സ് മൊത്തം ഉത്പാദിക്കുന്ന ഊർജം ഉണ്ടെങ്കിൽ ഇവിടുന്ന് ചന്ദ്രനിൽ പോയിട്ട് വരാം. നോക്കണേ, അമേയമായ ആ പവർ, ആ ഹാർട്ടിന് അള്ളാഹു താല കൊടുത്ത കഴിവുകൾ, ശക്തി. അൽഹംദുലില്ലാഹ് പറഞ്ഞു. നമ്മൾ അള്ളാഹുവിനോട് അത്ഭുതം കൊള്ളണം. പടച്ചവന് ഇങ്ങനെയുള്ള ഒരു അവയവത്തിന് ഇത്രയും പവർ എന്ന് നമ്മൾ ചിന്തിച്ചേ പറ്റൂ. കാരണം ഇവിടെയല്ലേ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹു മനുഷ്യ ശരീരത്തിൽ നടത്തിയിരിക്കുന്ന ഇതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെയോ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് ദിവസവും നമുക്ക് ഏതാണ്ട് 10 കോടി 10 ലക്ഷം, ഏകദേശം ഒരു 19 പൂജ്യമുള്ള ട്രില്യൺ, 19 ട്രില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, അത് അത്രയും കൂടി കോശങ്ങളിൽ കൂടി, കോശം എന്ന് പറയാൻ സെല്ലെന്ന് പറയും, ഇംഗ്ലീഷ് സെല്ലെന്ന് പറയും, അത് മലയാളത്തിൽ കോശം എന്ന് പറയും, ന്യൂക്ലിയസ് അതിന് ന്യൂട്രോൺ. അപ്പൊ ആ കോശങ്ങളുള്ളതുകൊണ്ട് അവരുടെ ഒരു സമാഹാരമാണ് നമ്മുടെ ടിഷ്യൂസിലും മാംസപേശികളും കാണുന്ന ശരീരത്തെ എല്ലിനെ പൊതി സൂക്ഷിക്കുന്ന ഇത്രയും. അപ്പൊ അതിന് 2 ബില്യൺ 200 കോടി കോശങ്ങൾക്ക് രക്തം ഒരു ദിവസം ഹാർട്ട് നൽകുന്നുണ്ട്. പിന്നെയോ 1 മിനിറ്റിൽ 3 തവണ വീതം രക്തം ഇങ്ങനെ നമ്മുടെ ഓവറോൾ ചെയ്യുന്നുണ്ട്, ശരീരം മൊത്തം കറങ്ങുന്നുണ്ട്. രക്തം ഒരു ശരീരത്തിലൂടെ 19,000 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. ഒന്ന് ആലോചിച്ചൊക്കെ, നമ്മുടെ രക്തം ഒരു ദിവസം നമ്മുടെ ശരീരത്തിനകത്ത് കൂടി 19,000 കിലോമീറ്റർ, ഏതാണ് 12,000 മൈൽ യാത്ര ചെയ്യുന്നു. നമ്മുടെ വലിയ രക്തത്തിൽ നിന്ന് ഒരു വലിയ കുടലിൽ നിന്ന് ചെറിയ കുടലിൽ കൊച്ചി കുടലിൽ, അങ്ങനെ തന്നെ ആർട്ടറി, കാപ്പിലറി, നമ്മുടെ കൈയുടെ അറ്റം വരെ വരുന്ന, തലച്ചോറിന്റെ വിഭാഗത്തിൽ കാലിന്റെ അറ്റം വരെ വരുന്ന, ഇതിനെല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി 1 ലക്ഷം കിലോമീറ്റർ ദൂരം വരും. ആലോചിച്ച് വെക്കണം. നമ്മുടെ ശരീരത്തിന്റെ രക്തം ഹാർട്ടിൽ നിന്നും നമ്മുടെ 360 സന്ധികളിൽ കൂടി, ജോയിന്റുകളിൽ കൂടി നമുക്ക് അത് പുറപ്പെടുന്ന ദൈർഘ്യം കൂട്ടി യോജിച്ച് നീട്ടി കൊണ്ടുപോകാൻ 1 ലക്ഷത്തോളം കിലോമീറ്റർ വരും. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ഹൃദയത്തിന് ഏതാണ്ട്, നമ്മുടെ ഹൃദയത്തിന് ഈ ചുരുങ്ങിയും വികസിക്കുന്ന നിങ്ങൾ പറയുന്നില്ലേ, 30 അടി അകലം വരെ ഹൃദയം രക്തം ചീറ്റിക്കളയാനുള്ള കഴിവ് ഹൃദയത്തിനുണ്ട്. അപ്പൊ ആരോഗ്യമായ ഒരാളിന് സാധാരണ 80, ഏറ്റവും കുറഞ്ഞ രക്തത്തിന്റെ താഴത്തെ തട്ടെന്ന് പറയുന്നത് 80, 120 സാധാരണ ശരാശരി നമ്മുടെ BP, ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നതാണ്. പിന്നെ ഹൈ BP വരുമ്പോഴത്തേക്ക് നമുക്ക് അത് ഈ ക്ലാസ്സിൽ ഇതിങ്ങനെ പറഞ്ഞ് മനസ്സിലായത് ടെക്നിക്കലായിട്ടുള്ള വിഷയങ്ങളാകുമ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മുടെ വീട്ടിന്റെ തോട്ടം നനയ്ക്കാൻ ഉപയോഗിക്കുന്ന ഓസില്ലേ, വെള്ളം അടിക്കുന്ന ഓസിന്റെ അത്രയും വട്ടം വരും നമ്മുടെ ഹാർട്ടിന്റെ ഈ രക്തം പുറത്തേക്ക് പമ്പ് ചെയ്യാൻ എടുക്കുന്ന മെയിൻ രക്തക്കുഴലിന്റെ വ്യാസം, അതാണ് അയോട്ട എന്ന് പറയും. അതിൽ നിന്നാണ് കൊച്ചു കുഴലുകളായിട്ട് തലച്ചോറിലേക്കും കിഡ്നിയിലേക്കും ഹാർട്ടിലേക്കും തൊടയിലേക്കും കൈകളിലേക്കൊക്കെ പമ്പ്. പിന്നെ ഹൃദയത്തിൽ നിന്ന് ശ്വാസോച്ഛ്വാസത്തിൽ അപ്പം അതിനെക്കുറിച്ച് ഇനി പിന്നീട് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ സംസാരിക്കാം. രക്തം ഒരു അത്ഭുത ഔഷധമാണ്. ആ ശരീരത്തിന്റെ 8 വിഭാഗമുണ്ട്. പിന്നെയോ ഈ ഹൃദയം ഇങ്ങനെ സാധാരണ നമ്മുടെ വിശ്വാസപരമായിട്ട് അതിനെ തുമ്മുമ്പോൾ നമ്മൾ എന്താ പറയുന്നുണ്ട്,
തുമ്മുമ്പോൾ എന്ത് പറയും? അൽഹംദുലില്ലാ എന്ന് പറയും, അള്ളാഹു സർവസ്വി. അപ്പൊ എന്തോ തിരി കേൾക്കുന്ന ആളെ അടുത്ത് കേട്ടോണ്ടിരിക്കുന്നത് യാ റഹ്മത്തുള്ളാഹ് എന്ന് പറയണം എന്നാണ്. ആദ്യമായിട്ട് അൽഹംദുലില്ലാ പറഞ്ഞ ആരാണ്? പ്രപഞ്ചത്തിൽ ആരാണ്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത്. ശൈത്താൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹി പറഞ്ഞില്ല. അവൻ പറയാത്തൊരു വാക്കാതെ, ബാക്കി അവൻ വേറെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അൽഹംദുലില്ലാ പറഞ്ഞത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അപ്പം ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മൂസ രൂപം ഉണ്ടാക്കി വെച്ചിട്ട് അള്ളാഹു തആല ആത്മാവിനെ ആദ്യമായിട്ട് അങ്ങോട്ട് സന്നിവേശിപ്പിച്ച സമയം പെട്ടെന്നൊരു ചിമ്മലുണ്ടായി. ചിമ്മലുണ്ടപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു പറഞ്ഞു ഏറെ മുക്കുള്ള നിന്റെ മേൽ. പിന്നെ അത് കേട്ടിട്ട് വീണ്ടും അയാൾ യോജിക്കും അള്ളാഹു. അപ്പോൾ അത് വെറുതെ ഒന്നുമല്ല, അത് ഒരു നിസ്സാരമെത്തുമ്പോൾ ആ സമയം എന്ത് സംഭവിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഹാർട്ട് ഓരോ തുമ്പലിലും നമ്മുടെ ഹച്ച് ഹച്ച് എന്ന് പറയുന്ന സമയത്ത് 1 മില്യൺ സെക്കൻഡ് നേരെ ഹാർട്ട് നിന്നു പോകുന്നുണ്ട്. ആലോചിച്ച് നോക്ക്, നമ്മുടെ ഹാർട്ട് ഇങ്ങനെ ഇടിച്ചോണ്ടിരിക്കുന്ന ഹാർട്ട് 1 മില്ലി സെക്കൻഡ് നേരത്തേക്ക് നിൽക്കുന്നു. അപ്പൊ തുമ്മൽ പക്ഷേ നമ്മൾ തുമ്മൽ നേരത്തെ മുട്ടുമ്പോൾ അമർത്തി വെച്ചാൽ എന്ത് സംഭവിക്കും? സ്ട്രോക്ക് സംഭവിക്കും. രക്തം തലച്ചോറിൽ കയറി കട്ട പിടിക്കും, ചിലപ്പോൾ രക്തക്കുഴൽ പൊട്ടും, പിന്നെ കഴുത്ത തല ഇത് ഉളുക്ക്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. രക്തധമനിയൊക്കെ പൊട്ടാൻ സാധ്യത ഉണ്ട്. അപ്പൊ അൽഹംദുലില്ലാ, അപ്പം തുമ്മുമ്പോൾ നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നതിന്റെ പിന്നിൽ അള്ളാഹുവിന്റെ അമീയമായ ഹാർട്ട് 8 മില്ലി സെക്കൻഡ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിൽ നിന്ന് തിരിച്ച് റൂഹ് യഥാർത്ഥത്തിൽ ആ ഹാർട്ടിനെ പെട്ടെന്ന് ഹയാത്താക്കണം. അപ്പൊ നമ്മൾ അൽഹംദുലില്ലാ, അപ്പൊ യുവദീകുല്ലാ യർഹമുക്കുല്ലാ, ഈ മൂന്നും അവിടെ ഭയങ്കരമായിട്ട് വാല്യുബിൾ ആയിട്ട് മഹാന്മാർ കിതാബ് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇത് പറയുന്നത്, ഇനി ഈ ഒരു കാര്യം ഞാൻ പറയാം. ഈ ഹാർട്ടിന്റെ കാര്യം നിങ്ങളടുത്ത് പറഞ്ഞു. ഈ നിങ്ങളുടെ കണ്ണ് നടക്കാൻ പറഞ്ഞു. ഇപ്പം എല്ലാവരും ഒന്ന് അടച്ച് തുറന്ന്, കൈയൊന്ന് മടക്കാൻ പറഞ്ഞു മടക്കി, നോക്കാൻ പറഞ്ഞു നൂത്ത്, എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു എഴുന്നേറ്റിരുന്നു. അപ്പം നമ്മളെ ഈ ശരീരത്തിന്റെ പുറമേയുള്ള ബാഹ്യമുള്ള പല അവയവങ്ങളോടും നമ്മൾ പറഞ്ഞാൽ അത് കേൾക്കും, ഇല്ലേ? ഈ കാണുന്ന ഭൗതിക ശരീരത്തിന് ചില അവയവങ്ങളെ നമ്മൾ പറഞ്ഞാൽ നിയന്ത്രിച്ചെന്ന് കേൾക്കും. ഈ ഹാർട്ടിനോട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കെ, അല്ലോ ഹാർട്ടെ, നീ ഇപ്പൊ ഇടിക്കണ്ട, നീ മിനിറ്റ് 72 പ്രാവശ്യമല്ലേ അടിക്കുന്നത്, നീ 72 പ്രാവശ്യം ചുമ്മാ അവിടെ അരമണിക്കൂറൊന്നുമില്ലേ? ഹാർട്ട് കേൾക്കുമോ ഇല്ലയോ? നിങ്ങൾ തന്നെ പറ. 1/2 മണിക്കൂർ ഹാർട്ടിന്റെ അടുത്തൊന്ന് പറ. നീ ഹാർട്ട് ഇടിപ്പൊന്നും വേണ്ട, ആണെന്നില്ല. ഇപ്പൊ ഞാൻ തന്നെ 24 മണിക്കൂറോടെ ഒറ്റ സ്റ്റാൻഡ് 8 നേരം നിൽക്കാം, അല്ലേ? കാലം കഴിച്ചാൽ നമ്മൾ നിൽക്കും, കൈ മടക്കാൻ പറഞ്ഞാൽ മടക്കി, അല്ലെ ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കും, എത്ര മണിക്കൂറോടെ നിൽക്കും. അപ്പം ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കിയോ, നമ്മുടെ ശരീരത്തുള്ള ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിവില്ല. നമ്മൾ കഴിവുണ്ടെന്ന് പറയും. എന്ത് കഴിവ്? നമ്മുടെ ബാഹ്യമായ ചില കഴിവുകൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിനകത്ത് ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ അവയവത്തെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിവില്ല. അവൻ കൺട്രോളിങ് അതോറിറ്റി അള്ളാഹുവാണ്. ആ കോമ്പിറ്റന്റ് അതോറിറ്റി ഓർക്കണം. അള്ളാഹുവിന്റെ നോട്ടം ഹൃദയത്തിലേക്കാണ്. ആ ഹൃദയത്തിന്റെ കാര്യത്തെ അപ്പൊ ഞാൻ മനസ്സിലാക്കി പറഞ്ഞ വിഷയം എന്താണെന്ന് വെച്ചാല്, ഈ കാണുന്ന മാംസകഷ്ണമായ 350-250 ഗ്രാം തൂക്കമുള്ള ഈ മാംസപേശിയാൽ നിർമ്മിതമായ ഈ ഒരു സാധനം 6 ലിറ്റർ രക്തം ലിറ്ററിന് കൊണ്ടുകൊണ്ട് ഈ ഇന്ത്യയിൽ നമ്മുടെ മൊത്തം, ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുകളൊക്കെ നിങ്ങൾ ഓർത്തിട്ട് അള്ളാഹുവിനെ ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? അള്ളാഹുവിലേക്ക് ശുക്ർ ചെയ്യുക, അള്ളാഹുവിന് ഇബാദത്തിലേക്ക് വരിക. അത് കാണികനായ ഹാർട്ടിന് താര വരുമ്പോഴും നമ്മൾ നെഞ്ചുവേദനയും ഉണ്ട്, നമ്മൾ ഓടുന്ന ഡോക്ടറിന് ECG എടുക്കുന്നു. അപ്പൊ ഈ ഹാർട്ടിനെ നിലനിർത്തേണ്ട ബാധ്യത ഇതിൽ നിങ്ങളുടെ ഹൃദയാരോഗ്യങ്ങളൊക്കെ നന്നായി വരുന്നതിന് എന്തിനു പറ്റും? സുജൂദിൽ പറ്റും. റുക്കൂ, സുജൂദ്, നിസ്കാരം, ഏകാഗ്രത നിസ്കാരത്തിൽ നമ്മൾ അല്ലാഹു അക്ബർ കൈകെട്ടി അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ നിസ്കാരം നിൽക്കപ്പെടുമ്പോൾ, പ്രപഞ്ചന്റെ നാഥന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഏകാഗ്രതയിൽ ബോഡിയെ ഇത് കൊണ്ടുവരുന്ന ആ ഏകാഗ്രതയിൽ കൊണ്ടുവരണം. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് സംസാരിക്കാം. ഏകാഗ്രതയിൽ കൊണ്ടുവരേണ്ട കാര്യം മനസ്സമാധാനം, മനസ്സാന്നിധ്യം, അങ്ങനെ നിരന്തരമായ ഇത് ചെയ്തുകൊണ്ടാണ് നമ്മൾ 5 നേരം, ഒരു നേരം കൊണ്ട് ഒക്കത്തില്ല. അതാണ് 5 നേരം 5 സമയമായിട്ടാണ് നമുക്ക് തന്നത്. അങ്ങനെ ഹൃദയാരോഗ്യം, അത് മനസ്സമാധാനം, സന്തോഷം എല്ലാം, പിന്നെ വയസ്സ്, പെരുക്കം, ബ്ലഡ് പ്രഷർ, ഹാർട്ട്, കിഡ്നി, പെട്ടെന്ന് സ്ട്രോക്ക്, ഇതെല്ലാം ഈ നിസ്കാരത്തിന്റെ റുക്കൂലും സുജൂദിനും വരുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങൾ, മാറുന്ന അസുഖങ്ങളൊക്കെ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ പറയാം. ഞാൻ സമയം ഒരുപാടായി പോകുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു. ഈ ടെക്നിക്കൽ വിഷയമായതുകൊണ്ട് പിന്നെ ഇത് നിങ്ങളുടെ ഭാഷ, നിങ്ങളോടൊപ്പം നിങ്ങളിൽ ഒരാളായി ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചത് മെഡിക്കൽ എൻസൈക്ലോപീഡിയയിൽ നിന്നും പിന്നെ നമ്മുടെ ടീച്ചിങ് നോട്ട്സിൽ നിന്നും ഡോക്ടർമാരുമായിട്ടുള്ള അതിൽ നിന്ന് കിട്ടിയ അറിവുകളാണ് ഞാൻ പറഞ്ഞത്. പൂർണ്ണമായ അറിവാണെന്ന് നിങ്ങൾ ധരിക്കണമെങ്കിലും കിട്ടിയ അറിവ് നിങ്ങൾ പങ്കുവെച്ചതോടാണ്. അറിവുകൾ നേടണം. നമ്മുടെ ശരീരത്തിനെ അറിയണം. ശരീരത്തെ അറിയുമ്പോൾ നമ്മൾ ഭൂമിയിൽ അഹങ്കരിച്ച് ധിക്കരിച്ച് നടക്കരുത്. അത് വിശ്വാസികളോ അവിശ്വാസികളായാലോ മനുഷ്യകുലത്തിൽ പിറന്നവർ നമ്മുടെ ഹാർട്ടിന്റെ അവസ്ഥയെക്കുറിച്ച് സ്വന്തമായി ഹാർട്ട് പ്രവർത്തിക്കാനും അതിനെ നിയന്ത്രിക്കാനും കൺട്രോൾ ചെയ്യാൻ അധികാരമില്ലാത്ത നമുക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞ് നടക്കരുത്. ഭൗതികമായ ഏറ്റവും സ്വല്പ കഴിവുകളൊക്കെ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അഹങ്കരിക്കരുത്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക്, ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ ഓർത്ത്, ബ്രഹ്മാണ്ഡ കൂടി നക്ഷത്രങ്ങളെയൊക്കെ ധ്യാനിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്ന പ്രപഞ്ചനാഥനെ ഓർക്കണം. ആ പരമമായ ശക്തിയെ
ഏകാഗ്രതയിൽ 5 നേരം വിളിക്കുന്നുണ്ട്, മറ്റുള്ളവർ അവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. എനിക്ക് കിട്ടിയ അറിവ് നിങ്ങളത് കൂടെ ഓർക്കണം. ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ കുതിർച്ചയിലേക്കും അള്ളാഹുവിൻ്റെ ശക്തിയിൽ അള്ളാഹു നമ്മുടെ ശരീരത്തിൽ ചെയ്ത നിയമത്തുകളെ കുറിച്ചൊക്കെ നമുക്ക് ഓർത്തുകൊണ്ട് അള്ളാഹു ശുക്ർ ചെയ്യണം. നന്ദിയുള്ളവനെ ജീവിച്ച് നന്ദിയുള്ളവനെ മരിച്ച് ഈ ലോകത്ത് നിന്ന് അള്ളാഹ് തൃപ്തിപ്പെട്ട അള്ളാഹു നമ്മളെ 2 ലോകത്ത് വിജയമായി കൊണ്ട് കണ്ടെത്തട്ടെ. ഈ പരിശുദ്ധമായ മാസത്തിന്റെ പുണ്യ തബറക്കാത്തുകൾ ഷാബാൻ മാസത്തിൽ നിന്ന് പെരുമാറാകട്ടെ. മുത്തുനബിക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങൾ കൊടുത്തോ ആ ആനുകൂല്യങ്ങളെല്ലാം നമുക്ക് അപ്പടി തരട്ടെ. മുത്തുനബിക്ക് എന്തെല്ലാം കൊടുത്തില്ലയോ അതൊന്നും നമുക്ക് തരണ്ട. അതുകൊണ്ട് റമദാൻ മാസത്തിൽ ഹയാത്തിലാക്കട്ടെ. നമ്മുടെ മരണപ്പെട്ട കുടുംബത്തിൽ മരണപ്പെട്ട മാതാപിതാക്കളെ എല്ലാ ഖബറുകളെല്ലാം വിശാലമായി കൊടുക്കട്ടെ. നമ്മൾ ഈ ലോകത്ത് നിന്ന് ഇവിടെ വരുമ്പോൾ നല്ല സ്ഥലത്ത് നല്ല നേരത്തെ നല്ല കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹിന് പൊരുത്തപ്പെട്ട തൃപ്തിപ്പെട്ട അല്ലയോ സംതൃപ്തി അടഞ്ഞ ആത്മാവ് വരൂ എന്ന് സ്വർഗ്ഗഹുകളിൽ സ്ത്രീകളൊന്ന് നമ്മളെ കൊണ്ടുപോകുമ്പോൾ അള്ളാഹു വരൂ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ എനിക്ക് സാഹചര്യങ്ങളൊക്കെ എത്തുന്ന ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം ഉസ്താദിനെ ആഫിയത്തിൽ ദീർഘായുസ്സ് നൽകട്ടെ. അത് ഇതിന് അള്ളാഹിന്റെ പരിശുദ്ധ ദീന ദേവത ഇങ്ങനെ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു എൻ്റെ ദീനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. കേട്ടുപോലെ കേട്ടില്ല പോലും, പക്ഷെ അറിവ് വേണം. അറിവിൽ കൂടി അള്ളാഹുവിനെ ഹൃദയത്തിൽ കൊണ്ടുവരണം. അതിനോടെ ഞാൻ പറഞ്ഞ ഇനി അടുത്ത കിഡ്നിയെ കുറിച്ചും നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനത്തെ കുറിച്ച് ഭയങ്കര പഴയ നമുക്ക് അന്തം വിട്ടു. നമ്മളാ കിഡ്നി കയറുമ്പോൾ കക്കൂസ് കയറുമ്പോൾ നമ്മൾ ചെല്ലേണ്ട കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ ഭയന്നു പോകും. മെഡിക്കൽ കോളേജിൽ ഹാർട്ട് നമ്മുടെ എന്താ ചിത്രായിലും RCCയിലൊക്കെ മൂത്രം പോകാൻ ബാഗൊക്കെ പുറത്ത് വെച്ച് കെട്ടി നമ്മുടെ കാഷ്ടവും മൂത്രവും ഒക്കെ ബാഗ് കെട്ടി നടക്കുന്ന നിങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആമീൻ. അള്ളാഹ് അതിൽ നിന്നൊക്കെ ഒരു ഊർജ്ജം ഉൾക്കൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോയിൽ വന്നത്. അള്ളാഹു താല കബൂൽ ചെയ്യട്ടെ. ശരി, നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് ആമീൻ ആമീൻ റഹ്മതിക യാ അർഹമർ റഹീം. സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയും വ അലിഹി വസല്ലം. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. വളരെ വിജ്ഞാനപ്രദമായ ഒരുപാട് അറിവുകൾ